ഇവർ 2 ദിവസം നന്നാക്കും, അത് കഴിയുമ്പോഴത്തേന് പോകും, പിന്നെയും പൊട്ടും. ഇന്ന് തന്നെ 4-5 തവണ ഇവിടെ ബൈക്കുകാർ റോഡ് ഇവിടെ അപകടം ഉണ്ടായി. ശാശ്വതമായ ഒരു പരിഹാരം ബന്ധപ്പെട്ടവരിൽ നിന്ന് ലഭിക്കണം. കുടിവെള്ള ക്ഷാമം ഈ നാട്ടിലെ ജനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കണം. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. ഒരു പൈപ്പ് ലൈൻ കണക്ഷൻ വരുത്തിയ പൊല്ലാപ്പ് കൊണ്ട് ആകെ വലഞ്ഞിരിക്കുകയാണ് പുത്തനങ്ങാടി പണിക്കരുകാട് റോഡ് നിവാസികൾ. പൈപ്പ് ലൈനിലൂടെ വെള്ളം പമ്പ് ചെയ്യുന്ന ദിവസങ്ങളിലെല്ലാം പൈപ്പ് പൊട്ടി റോഡിലൂടെ വെള്ളം പരന്നൊഴുകുന്നത് ഇവിടെ പതിവാണ്. ഇതോടെ റോഡും പാടെ തകർന്നു. അറ്റകുറ്റപ്പണി മുറയ്ക്ക് നടക്കുന്നുണ്ടെങ്കിലും ക്വാളിറ്റി കുറഞ്ഞ പൈപ്പുകൾ ഉപയോഗിക്കുന്നതാണ് ഇത്തരത്തിൽ അടിക്കടി പൈപ്പ് ലൈൻ തകരുന്നതെന്നാരോപിച്ച് ശാശ്വത പരിഹാരം തേടി വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ പ്രതിരോധം തീർക്കുകയാണ് നാട്ടുകാർ. പാലൂർ തൈപ്പുഴ രഥോത്സവം 2025 ഫെബ്രുവരി 4 മുതൽ 11 കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. പുത്തനങ്ങാടി പണിക്കരുകാട് റോഡിൽ ഇതാദ്യമായല്ല പൈപ്പ് ലൈൻ പൊട്ടി റോഡിലൂടെ വെള്ളം പരന്നൊഴുകുന്നത്. ഇത് നിത്യസംഭവമായതോടെ പൈപ്പ് ലൈൻ കൊണ്ട് പൊല്ലാപ്പിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. ആഴ്ചയിൽ 2-3 തവണയാണ് ഈ ലൈനിലൂടെ വെള്ളം പമ്പ് ചെയ്യുന്നത്. ഈ പമ്പിംഗ് നടക്കുന്ന ദിവസങ്ങളിലെല്ലാം പലയിടത്തായി പൈപ്പ് പൊട്ടി വെള്ളം റോഡിലൂടെ പരന്നൊഴുകുന്നത് നിത്യസംഭവമാണ്. തുടർച്ചയായി ഇത്തരത്തിൽ പൈപ്പ് ലൈൻ തകർന്ന് റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ട് അപകടക്കെണിയായിട്ടുമുണ്ട്. പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴാവുന്നതോടെ 45ഓളം വരുന്ന പ്രദേശത്തെ വീടുകളിലേക്ക് മുറയ്ക്ക് വെള്ളമെത്തിയിട്ടും കാലമേറെയായെന്ന് പ്രദേശവാസികൾ പറയുന്നു. 12 ദിവസം വെള്ളം വരുന്നുള്ളൂ. വന്നാൽ ചിലപ്പം ഈ പ്രഷർ കൂടുമ്പോൾ ഈ പഴയ പൈപ്പ് ലൈനുകളായതുകൊണ്ടിട്ട് അത് പൊട്ടുന്നു. വെള്ളം ആർക്കും അതിൻ്റെ ഉപയോഗം സാധിക്കാതെ വരുന്നു. ബന്ധപ്പെട്ടവരോട് പരാതി പറഞ്ഞാൽ അവർ എപ്പോഴേലും അവർ വന്ന് പരാതി പറഞ്ഞ് മടുക്കുമ്പോഴാണ് അവർ വന്നൊന്ന് റിപ്പയർ ചെയ്ത് പോകണം. അവർ റിപ്പയർ ചെയ്ത് പോയാൽ മാക്സിമം ഒരാഴ്ച 2 പ്രാവശ്യം 3 പ്രാവശ്യം വെള്ളം വരുമ്പോഴത്തേക്ക് അത് വീണ്ടും പൊട്ടും. അങ്ങനെയാണ് എൻ്റെ അവസ്ഥ. ഇപ്പം തന്നെ ഇത് പൊട്ടിയിട്ട് ഒരാഴ്ചയ്ക്ക് മേലെയായി. നിരവധി തവണ ഈ വിഷയത്തിൽ വാട്ടർ അതോറിറ്റിയോട് പരാതി പറഞ്ഞതാണ്. പൈപ്പ് ലൈൻ തകരുമ്പോൾ അറ്റകുറ്റപ്പണി നടത്തുമെങ്കിലും ദിവസങ്ങൾക്കകം തന്നെ പൈപ്പ് ലൈൻ തകരും. ക്വാളിറ്റിയില്ലാത്ത പൈപ്പ് ഉപയോഗിച്ചാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതെന്നും വിഷയത്തിൽ ഇനിയും അനാസ്ഥ തുടർന്നാൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുമെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇവർ 2 ദിവസം നന്നാക്കും, അത് കഴിയുമ്പോഴത്തേന് പോകും, പിന്നെയും പൊട്ടും. അപ്പം ന്യായമായ രീതിയിൽ വൃത്തിയായിട്ട് ഇച്ചിരി ക്വാളിറ്റി ഉള്ള തരത്തിലുള്ള പൈപ്പ് ഉപയോഗിക്കുക. ഉദ്യോഗസ്ഥന്മാർ ഈ ഭാഗത്തോട്ട് വരുന്നേ ഇല്ല. ഈ പ്രദേശത്ത് ഒരു ഓവർസിയർ വരുമോ വരുമോ അവരൊന്നും ഈ സൈറ്റ് പോലും കണ്ടിട്ടില്ല. കരാറുകാരുടെ സൗകര്യത്തിന് വന്ന് ചെയ്തു പോകും. അതുകൊണ്ടാണ് ഇവിടെ ഈ ബുദ്ധിമുട്ടുണ്ടാകും. വെള്ളം പുഴ പോലെ പൊട്ടി ഒഴുകുകയാണ്. അപ്പോൾ അതുകൊണ്ട് ശാശ്വതമായ പരിഹാരമോ വേണ്ടി ഒരു ചെറിയ റിപ്പയർ ചെയ്ത് മാത്രം മടങ്ങിപ്പോയേണ്ട കാര്യമില്ല. ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വരണം, ഈ സ്ഥലം കാണണം, എന്നിട്ട് അത് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കടന്നുപോകുന്ന വഴിയാണിത്. പൈപ്പ് ലൈൻ തകർന്ന് തോട്ടിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെയാണ് റോഡിൽ പരന്നൊഴുകുന്നതെന്നും ഇതിലൂടെ നടന്നു വേണം വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാനെന്നും നാട്ടുകാർ പറയുന്നു. തകർന്നടിഞ്ഞ റോഡിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. കഠിനമായ വേനലിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയിലാണ് ഇത്രയും വെള്ളം ഇവിടെ വേസ്റ്റ് ആകുകയാണ്. ഇതിവിടെ അങ്ങോട്ട് കഴിയുകയാണ്. പിന്നെ ബാക്കി വരുന്ന 10, 45, 50 വീട്ടുകാർക്ക് ഈ വെള്ളത്തിന് ഉപയോഗം കിട്ടുന്നില്ല. ഈ റോഡ് നശിക്കുകയും ചെയ്യും. ഇന്ന് തന്നെ 4-5 തവണ ഇവിടെ ബൈക്കുകാർ റോഡ് ഇവിടെ അപകടം ഉണ്ടായി. നാട്ടുകാർ പ്രതിരോധം തീർത്തതോടെ വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗിരീഷ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിഷയത്തിൽ ആലോചിച്ച് നടപടിയെടുക്കുമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ നിലപാട്. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. പാലൂർ തൈപ്പുഴ രഥോത്സവം 2025 ഫെബ്രുവരി 4 മുതൽ 11 കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ്, പുലാമന്തോൾ.